നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ ഈ എലി വരുന്ന ഭാഗമല്ലേ, ഈ മാന്തി വെച്ചേക്കുന്ന ഭാഗങ്ങൾ, അത് നിങ്ങളൊന്ന് മണ്ണൊക്കെ ഇട്ട് മൂടിയിട്ട് ഇതുപോലെ വെള്ളം ഉണ്ടാക്കിയിട്ട് ആ ഒരു സൈഡിൽ കൂടെ എലി മാന്തുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുകയാണെങ്കിലോ എലി പിന്നെ ആ ഭാഗത്തേക്ക് വരത്തൂല, ആ ഒരു ഭാഗത്ത് മാന്തും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം, നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഞാനിപ്പം ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഞാൻ കാണിച്ചത്, അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഈ ഇല നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് എരിക്കിൻ്റെ ഇലയാണ് കേട്ടോ. ഈ റോഡരികത്ത് വഴി വക്കത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ഇലയാണ് കേട്ടോ ഇത്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായില്ലേ, നമ്മൾ ഈ ഈ ആണി അതുപോലെ തന്നെ അരിമ്പാറയൊക്കെ പോകാനായിട്ട്, അതുപോലെ തന്നെ നമ്മൾ കാലിൻ്റെ ഒക്കെ ഉപ്പുറ്റി വേദനയൊക്കെ ചൂടാക്കിയിട്ട് ഇപ്പോൾ തേക്കാനൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതുപോലെ ഇതിൻ്റെ ചേന അരിമ്പാറയ്ക്ക് പാലുണ്ണി, അതുപോലെ കാലിൽ ആണി ഭാഗത്തൊക്കെ ഇങ്ങനെ തൂത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അരിമ്പാറ പാലുണ്ണിയൊക്കെ പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു മണത്തിന് പ്രത്യേക ഒരു സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എലിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം എലി വരാത്തത്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു കത്രിക എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുഞ്ഞിതായിട്ട് നമ്മൾ ചീരയുടെ എല്ലാം കട്ട് ചെയ്യില്ലേ, ഇതുപോലെ കുഞ്ഞിതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ കട്ട് ചെയ്തിട്ടേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ എലിമടയുടെ ഒക്കെ എലി വന്നിരിക്കുന്ന ഭാഗത്തു കൂടെ ഒക്കെ തൂളിയിട്ടിട്ടുണ്ടെങ്കിലും എലി വരത്തില്ല. പക്ഷേ കുറച്ചും കൂടെ എഫക്റ്റ് ഞാനിപ്പോൾ ഈ കാണിച്ച രീതിയിൽ നിങ്ങൾ വെള്ളം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആ ഒരു ഭാഗത്തു കൂടെ ഒക്കെ തളിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ പാമ്പും വരാതിരിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പം ഇത് നിങ്ങൾ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം, നല്ല റിസൾട്ടും ഉണ്ട്. അപ്പം ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും കേട്ടോ. കാരണം ഞാൻ ഇത് മിക്കപ്പോഴും തന്നെ ചെയ്യുന്നതാണ്. അപ്പം ഇതുപോലെ ഇത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്തിട്ട് കാണിച്ചത് ഇതുപോലെ നിങ്ങൾക്ക് ആ ഭാഗത്ത് കൂടെ ഒക്കെ വേണമെങ്കിൽ ഒന്ന് വിതറിടാൻ വേണ്ടിയിട്ടാണ് കാണിച്ചത്. അപ്പോൾ പിന്നെ ഞാൻ ഇതുപോലെ നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് അരഞ്ഞ് കിട്ടാനൊക്കെ ആയിട്ട് എളുപ്പമുണ്ടാകും. കാരണം ഈ നമ്മുടെ ഈ ഇലയ്ക്കുണ്ടല്ലോ ഭയങ്കര കട്ടിയാണ്. ഈ കട്ടി ഒരു ചെനയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ നമ്മളിങ്ങനെ മിക്സിയുടെ നല്ല കറക്കുമ്പം ഇങ്ങനെ അടിയാണ്ട് വരും, ഇങ്ങനെ ഒരു ഇങ്ങനെ ആര് പോലെയൊക്കെ കിടക്കും. അതാ പറഞ്ഞാൽ കട്ട് ചെയ്തിട്ടിടാൻ. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 1-2 ചുളയല്ല അല്ലി, എപ്പോഴും പറയും ചുളാന്ന്. അപ്പോൾ അല്ലിയാണ്ടോ 2-3 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ തൊലിയും കുന്ത്രണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ കളയാണ്ട് നമുക്കിങ്ങനെ വെളുത്തുള്ളിയുടെ ഒക്കെ തുണ്ടുകളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കേട്ടോ. പാമ്പ് ശല്യം വരാതിരിക്കാനായിട്ട് നല്ല. കാരണം ഈ എലിമടയിലാണ് കൂടുതലായിട്ട് പാമ്പ് കയറിയിരിക്കുന്നതല്ലോ. അപ്പം നിങ്ങൾ എന്തായാലും എലിക്ക് വേണ്ടിയിട്ട് മരുന്നുണ്ടാകുമ്പോൾ വെളുത്തുള്ളിയും കൂടെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ചാറിൽ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അരച്ച് കൊടുക്കണം കേട്ടോ. ഇതുപോലെ അരച്ചിട്ട് നമുക്ക് ഇതുപോലെയുള്ളൊരു കുപ്പി ഉണ്ടല്ലോ, ഇതുപോലുള്ള കുപ്പി എന്ന് പറയുന്നത് നമ്മൾ ഈ ചെറിയ ഒരു തളിച്ച് കൊടുക്കാനായിട്ട് പറ്റിയ ഒരു ഓട്ടയ്ക്കുള്ള ഒരു അടപ്പുള്ള കുപ്പി എടുക്കുവാണെങ്കിൽ നമുക്ക് തളിച്ച് കൊടുക്കാനായിട്ട് എളുപ്പമുണ്ടാകും. അതല്ലെങ്കിൽ വല്ല പപ്പടം കുത്തിയുടെ കോലോ എന്തെങ്കിലും വെച്ചിട്ട് അടപ്പിൽ തുളയിട്ട് കൊടുത്താലും മതി. അപ്പോൾ തളിച്ച് കൊടുക്കാൻ എളുപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തളിച്ച് കൊടുക്കുമ്പം ഇതിനകത്തൊരു ചെനയുണ്ട്, ഈ ഒരു വെള്ള ചെന കണ്ടില്ലേ, അത് നമ്മുടെ കയ്യിലാവുകയും ചെയ്യും, കൈ നമുക്ക് ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അത് അറിയാതെ കാരണം നമ്മൾ ഈ കൈ വെച്ചിട്ട് കണ്ണ് തിരിക്കുമ്പോൾ കാണാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ണിന് ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കുപ്പിയിലാക്കിയിട്ട് ഇതുപോലെ കുപ്പിയിലാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ, ജസ്റ്റ് ഇതുപോലെ തളിക്കണം. എലിമട അടച്ച് വെച്ചിട്ട് വേണം തളിക്കാനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ പാമ്പ് കയറിയിരിപ്പിനെ നമ്മൾ അറിയില്ല. അപ്പോൾ അടച്ച് വച്ചിട്ട് മണ്ണൊക്കെ ഇട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ തളിച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, സിമ്പിളല്ലേ. അപ്പം എല്ലാവർക്കും ഈസിയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാം വളരെ ഷെയർ ചെയ്യാം കേട്ടോ. ഇതുപോലെ കുഞ്ഞു ടിപ്സും വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്തിട്ടൊക്കെയാണ് ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു കാണാവേ.